ഇന്ന് നമുക്ക് മൾബറി പഴം കൊണ്ട് വൈനുണ്ടാക്കി നോക്കാം. ചില്ലുപ്പി എടുത്ത് അതിലേക്ക് ഞാൻ അല്പം പഞ്ചസാര ഇട്ടു. പിന്നെ ഞാൻ ഈ മൾബറി പഴം ഇതിലേക്ക് ഇടുവാണ് കേട്ടോ. മൾബറി പഴം ഞാൻ ഈ കുപ്പിയിലേക്ക് ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ മൾബറി പഴത്തിനകത്തേക്ക് കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് വയ്ക്കാം. ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്കിത് അരിപ്പയിൽ അരിച്ചെടുക്കാം. ഒരു മാസം കഴിഞ്ഞിട്ട് അരിപ്പയിൽ നമ്മളിത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് അല്പം കറുവപ്പട്ട പൊടിച്ചതും ഗ്രാമ്പു പൊടിച്ചതും ഏലക്കായ ജീരകം ഇതൊക്കെ പൊടിച്ച് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല രുചിയായിരിക്കും കേട്ടോ. ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ മൾബറി പഴം നമ്മൾ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അരിച്ചെടുത്ത് അതിലേക്ക് കറുവപ്പട്ട ജീരകം ഏലക്കായ ഗ്രാമ്പു ഇതെല്ലാം കൂടെ പൊടിച്ച് ചേർത്ത് നല്ല ടേസ്റ്റുള്ള ഒരു വൈനാണ് കേട്ടോ. മധുരമൊക്കെ നോക്കിയിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര പിന്നെയും ചേർക്കാം. നല്ല അടിപൊളി വൈനാണ്.